അന്ന് തൊട്ടേ ഉള്ള എൻ്റെ ഒരാഗ്രഹം കൊച്ചിയുടെ എഴുത്തുകാരനാകുന്നതാ. കൊച്ചിയിൽ ആദ്യത്തെ ഈ സിനഗോഗ് ഉണ്ടാക്കുന്നത് ജോസഫ് അസാർ എന്ന് പറഞ്ഞ ഒരാളാണ്. 4 സിനഗോഗ് ഉണ്ടായിരുന്നു ജൂതത്തെരുവിൽ. ഈ നോവലിന്റെ ആദ്യത്തെ വിത്ത് ഇട്ടത് നത്തിൽ കുഞ്ഞബ്ദുള്ള. ചാപ്പനാണ് എഴുതുമ്പോൾ 60കളിൽ തന്നെ എഴുതിയിട്ടുള്ള ചെറുകഥയുന്നത്. അതാണ് P.A. ബക്കർ ഡയറക്റ്റ് ചെയ്ത് സിനിമ ആയിട്ടത്. ഞാൻ ഒരു ക്രിയേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു. ആളുകളെ കൊണ്ട് എഴുതിക്കുക, എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കുക, പുതിയ എഴുത്തുകാരെ കണ്ടെടുക്കുക. 26 ആനുവൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഒരു റെക്കോർഡായിരിക്കും. ഒരാൾ എന്നത്തെ ഇത് ചെയ്തത്. ഞാൻ ചോദിച്ചാൽ ആരും എഴുതി തരും. വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ട് എല്ലാ ആളുകളും എനിക്ക് എഴുതി തരും. വായനക്കാരനും നോവലിസ്റ്റും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒന്നാണ് നോവല് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം നമ്മൾ സ്പേസ് വിടുന്നുണ്ട് വായനക്കാരന്. സിനിമയിലേക്ക് ഞാൻ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ നടന്ന് അങ്ങനെ വന്നതല്ല, എന്നിലേക്ക് വന്നതാണ് സിനിമ. ഈ ഫോർട്ട് കൊച്ചിയിലെ സാഹിത്യം ഉത്സവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല. കോഴിക്കോട്, ഞാനിപ്പോഴും ജീവിക്കുന്ന കോഴിക്കോട് നടക്കുമ്പോഴും ഞാൻ അവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പോഴും പ്രായപൂർത്തിയാകാത്ത ഒരു സാഹിത്യകാരനാണ്. എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ് ജമാൽ കൊച്ചങ്ങാടിയാണ് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. സാറിൻ്റെ പുതിയ നോവൽ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്, പുറത്തിറങ്ങാൻ പോവുകയാണ്, സിനഗോഗ് ലൈൻ. ഇനി ഒരു നോവലിനെ കുറിച്ച് തന്നെ സംസാരിച്ച് നമുക്ക് തുടങ്ങാമെന്ന് വരുന്നു. ഈ സിനഗോഗ് ലൈൻ എന്ന് പറയുമ്പോൾ ജൂതത്തെരുവുമായി, കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കഥ പറയുന്നത്. അങ്ങനെ ഒരു കഥയിൽ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം അതൊക്കെ എന്തായിരുന്നു? ഞാൻ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ കൊച്ചങ്ങാടി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട്. കൊച്ചങ്ങാടി എന്ന് പറയുന്നത് പിന്നെ കോച്ചമാരുടെ അങ്ങാടിയാണ്. കോച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ജൂതന്മാരെ വിളിക്കുന്നത് കോച്ച എന്നാണ്. കൊച്ചിയിലുള്ളവർ കോച്ച എന്നാണ് വിളിക്കുന്നത്. കോഹനാണ് കോച്ച. കോഹൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീസ്റ്റ് തുല്യരായിട്ടുള്ള ആളുകളാണ്. ജൂതന്മാരുടെ കൂട്ടത്തിലുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഈ കോഹന്മാർ. അങ്ങനെയാണ് കോച്ചമാരുടെ അങ്ങാടി കൊച്ചങ്ങാടിയായി മാറി എന്നുള്ള ഒരു ഭാഷയുണ്ട് അതിന്. അങ്ങനെ അപ്പൊ ഞാൻ ജനിച്ചു വളർന്നത് കൊച്ചങ്ങാടിയിലാണ്. കൊച്ചങ്ങാടി എന്ന് പറഞ്ഞത് ശരിക്കും ഈ ജൂതത്തെരുവ് കണ്ടിട്ടുണ്ടല്ലോ, അത് അതിന്റെ എക്സ്റ്റൻഷനാണ്, തെക്കോട്ടുള്ള എക്സ്റ്റൻഷനാണ് കൊച്ചങ്ങാടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് എൻ്റെ ഫാദർ P.A. സൈനുദ്ദീൻ ഫ്രീഡം ഫൈറ്ററൊക്കെ ആയിരുന്ന ആളാണ്, പത്രപ്രവർത്തകനായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നിരുന്ന ആളാണ്. അവരെ ഒന്നിച്ച് പത്രം നടത്തിയ ആളുകളാണ്. അപ്പൊ അദ്ദേഹം ബിൽഡപ്പ് ചെയ്ത സ്ഥാപനം കോയർ ഫണ്ട്, കയർ തൊഴിലാളികളുടെ സഹകരണ സംഘം സ്ഥാപിച്ചിട്ട് അത് വിപുലമായിട്ട് ഉള്ള രീതിയിൽ ഇപ്പൊ ഈ കോയർ ഫണ്ട് ഇന്ത്യ മുഴുവൻ ശാഖകളുള്ള ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനം എൻ്റെ വാപ്പ ആണ് അത് ബിൽഡപ്പ് ചെയ്ത ആള്, സ്ഥാപകനായിട്ടുള്ള. ആ സ്ഥാപനം അവിടെ ആയിരുന്നു, ഈ ജൂതത്തെരുവിലായിരുന്നു. പിന്നെ ഞാൻ ഒരു ചെറിയ പ്രസ് നടത്തിയിരുന്നു 70കളിൽ. ഇംപ്രിന്റ് എന്നുള്ള പേരിൽ ഒരു ചെറിയ പ്രസ് നടത്തിയിരുന്നു. അതുപോലെ എൻ്റെ അളിയൻ, എൻ്റെ പെങ്ങളുടെ ഭർത്താവ്, അദ്ദേഹം അവിടെ മലഞ്ചര കച്ചവടത്തിൽ ഒരു സ്പേസ് മെർച്ചൻ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ജൂതത്തെരുവിന് ഒരു വലിയ ഒരു പങ്കുണ്ട് ജീവിതത്തിൽ തന്നെ. അപ്പൊ ഞാൻ എഴുത്ത് തുടങ്ങിയ കാലം 60കളിൽ SLCക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയത്. 5, 3, 1 എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. ചെറുകഥകളാണ്. എൻ്റെ 3 കഥകളും 5 കഥകൾ MJ സെക്കരിയ എന്ന് പറഞ്ഞ ആളുടെയാണ്. ഈ സെക്കരിയ സേട്ട് പിന്നീട് മുസ്ലിം ലീഗിന്റെ വലിയ നേതാവായി. അദ്ദേഹം ഡെപ്യൂട്ടി മേയറായി, ഡെപ്യൂട്ടി സ്പീക്കറായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം. അപ്പൊ
അദ്ദേഹം പിന്നീട് എഴുത്ത് സാഹിത്യമൊക്കെ പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ഞാൻ ഇന്ത്യ പിന്നെ ലീഗ് ടൈംസ് പത്രത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം അതിന്റെ മാനേജിങ് എഡിറ്റർ ആയിട്ട് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. അപ്പൊ ആദ്യത്തെ പുസ്തകം ഇതാണ്, ഈ കളക്ഷനാണ് 531 എന്നുള്ളത്. അന്ന് തൊട്ടേ ഉള്ള എൻ്റെ ഒരാഗ്രഹം കൊച്ചിയുടെ എഴുത്തുകാരനാകുന്നതാ. കൊച്ചിയുടെ എഴുത്തുകാരൻ SK പൊറ്റക്കാടിന് കോഴിക്കോട് എങ്ങനെയായിരുന്നു അതുപോലെ കൊച്ചിയിലെ. ഞാനിപ്പോ എൻ്റെ ആയുസിന്റെ പകുതിയിലേറെ കാലം കോഴിക്കോടാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് കൊച്ചിയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്. കൊച്ചിയെക്കുറിച്ച് കേട്ടും അറിഞ്ഞും അനുഭവിച്ചുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവും. അത് ഇതെന്റെ കൊച്ചി എന്ന് പറഞ്ഞ തന്നെ ഒരു പുസ്തകമാണ് എൻ്റെ. അതാവുമ്പോ എൻ്റെ പേഴ്സണൽ റീകളക്ഷൻസ് ഉണ്ട് അതിൽ. ഈ പിന്നെ കളക്റ്റീവ് മെമ്മേഴ്സ് ഉണ്ട്. ഈ ഒരു കൊച്ചിയിലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഓർമ്മകൾ ഒക്കെയുള്ള ഒരു പുസ്തകമാണ് ഇതെന്റെ കൊച്ചി എന്ന പുസ്തകം. അപ്പോൾ കൊച്ചിയെക്കുറിച്ച് പിന്നെയും പറയാൻ ഉള്ള ഒരു ആഗ്രഹം എവിടെയോ കിടപ്പുണ്ട് എൻ്റെ മനസ്സിൽ. അപ്പോൾ കൊച്ചിയാണ് എല്ലാ കഥകളുടെയും, അല്ലെങ്കിൽ സാർ എഴുതിയിരിക്കുന്ന മിക്കവാറും ചാപ്പയുടെ കഥ അത് തന്നെ. ചാപ്പനാണ് എഴുതുമ്പോൾ 60കളിൽ തന്നെ എഴുതിയിട്ടുള്ള ചെറുകഥയാണ് അത്. ചാപ്പ കൊച്ചിയിലെ തുറമുഖ 30കളിൽ 1930കളിൽ ഈ തുറമുഖം ഉണ്ടാകുന്നതിന് മുമ്പ് തൊഴിലാളികൾ ഈ പുറംകടലിൽ പോയിട്ട് ആണ് കയറ്റിറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. അക്കാലത്തെ ആ തൊഴിലാളിയുടെ ജീവിത അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന കഥയാണ്, സ്റ്റോറിയാണ്. അതാണ് PA ബക്കർ ഡയറക്ട് ചെയ്ത് സിനിമ ആയിട്ടത്, നാഷണൽ അവാർഡ് കിട്ടിയത്. അപ്പോൾ സാറിന്റെ ഈ പുസ്തകങ്ങളിൽ കൊച്ചിയാണ് പശ്ചാത്തലമായി വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ നോവലിലും കൊച്ചിയിലെ ജൂത തെരുവാണ് പശ്ചാത്തലമായി വരുന്നത്. തീർച്ചയായിട്ടും അവിടെയുള്ള ജീവിച്ചിരിക്കുന്നതും അല്ലാതെയുള്ള ആളുകളും ഇതിൽ കഥാപാത്രങ്ങളായിട്ടുണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചില കഥാപാത്രങ്ങളുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ വേറൊരു ചെറിയൊരു നോവലെറ്റ് എഴുതി. ഒരു 4 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ചാപ്റ്റർ തീത്തുരുത്തിലെ സാറാന്നു. അത് നടന്ന സംഭവമാണ്. അത് ശരിക്കും 20th സെഞ്ചുറിയുടെ ഫസ്റ്റ് ഡിക്കേഡിൽ, കൃത്യമായിട്ട് പറഞ്ഞ 1905 ഈ കൊച്ചിയും പറവൂരും ചേന്ദമംഗലവും ഗോതുരുത്ത് എന്ന് പറഞ്ഞൊരു തുരുത്തുണ്ടാവും. ഈ 4 പ്രദേശങ്ങളിലായി നടന്ന ഒരു സംഭവം. അതിലൊരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് തോന്നുന്നു ഈ പിന്നെ ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിലുള്ള സംഘട്ടനമുണ്ടായി. അതിൽ സാറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഫെമിനിസ്റ്റ് ആണെന്ന് തോന്നുന്നു ഈ ഇവര്. കാരണം അവര് ഒരു വളരെ സമ്പന്നനായ യഹൂദന്റെ ഭാര്യയായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുപാട് സ്വത്തിന് അവകാശിയായി മാറി. അയാളുടെ വീട്ടുകാരും എല്ലാം കൂടി ഈ സ്വത്ത് കൈവശമാക്കാൻ ശ്രമിച്ചു. ഈ സാറ അതിനെ റെസിസ്റ്റ് ചെയ്തിരുന്നു. ശരിക്കും റെസിസ്റ്റ് ശരിക്കും അത് നമ്മളെ ഈ പിന്നെ ലീഗൽ ഹിസ്റ്ററിയിൽ നോക്കിയാൽ കാണാം സാറാ കേസ് എന്ന് പറയുന്ന കേസുണ്ട്. പക്ഷെ നമ്മുടെ ചരിത്രത്തിലൊന്നും രേഖപ്പെടുത്താതെ പോയിട്ടുള്ള കേസാണ്. അപ്പൊ ഇതിന്റെ പേരിൽ ഇവർക്ക് ഈ സാറയ്ക്ക് സംരക്ഷണം നൽകുന്നത് ഭർത്താവിന്റെ കൂട്ടുകാരനായ ഒരു ക്രിസ്ത്യാനിയാണ്. അതിന്റെ പേരിൽ ക്രിസ്ത്യൻ ജൂത സംഘടനയായിരുന്നു. കുറെ ആളുകൾ വെമ്പനാട് കയ്യിൽ മരിച്ചു വീണു. ഈ സംഭവം ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതൊന്ന് എഴുതണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എഴുതിയതാണ് ആ പുസ്തകം. അത് ഗോതുരുത്ത് മാറ്റി തീത്തുരുത്താക്കി മാറ്റി, അത്രേ ഉള്ളൂ. കൊച്ചിയുടെ ചരിത്രം പറയുന്നതിനൊപ്പം തന്നെയാണ് ജൂതന്മാരുടെ ഒരു ചരിത്രവും പറഞ്ഞു പോകുന്നത്. ഈ നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്നവരാണ് ജൂതർ എന്ന് പറയുന്നത്. ഇപ്പോ ജൂതർ ഹിറ്റ്ലറിന്റെ കാലത്ത് ജർമ്മനിയിൽ അനുഭവിച്ചത്, 2ാം ലോക മഹായുദ്ധ കാലത്ത് അവരനുഭവിച്ച പീഡനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വർത്തമാനകാലത്ത് പലസ്തീനിൽ അവർ ചെയ്യുന്ന ക്രൂരതകളുമുണ്ട്. ഈ 2 ഘട്ടങ്ങളിലും ഈ രണ്ട് പശ്ചാത്തലത്തിലും ജൂതന്മാരെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി താങ്കളുടെ എഴുത്തുകളിൽ വരുന്നുണ്ടോ, നോവലുകളിൽ വരുന്നുണ്ടോ? എൻ്റെ ഇതിൽ ഫലസ്തീൻ ഇഷ്യൂ വരുന്നില്ല.
കാരണം ഞങ്ങള് ജീവിച്ച ആ പശ്ചാത്തലം അവിടെ കണ്ട അനുഭവങ്ങളൊക്കെയാണ് എഴുതുന്നത്. പക്ഷേ ഈ പിന്നെ ജ്യൂസ് അനുഭവിച്ച ആഹ് ഈ ഇത് ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞ സത്യമാണ്. അതിൽ കുറെ അവർക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് എന്താന്നൊക്കെ ഇപ്പോഴും നടക്കണം. ഏറ്റവും കൂടുതൽ പിന്നെ ഈ വെസ്റ്റേൺ സാഹിത്യത്തിൽ തന്നെ ഈ ഇത്തരം അതിജീവിച്ച ഈ ഹോളോകോസ്റ്റിനെ അതിജീവിച്ചുള്ള കഥകൾ എല്ലാം പിന്നെ എലി വീസലിന്റെ കഥ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശസ്തരായവരുണ്ട്. 90 മണിക്കൂർ നീളമുള്ള ഈ ഇവരുടെ പീഡനങ്ങളുടെ ചരിത്രം ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയധികം അത്തരം സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവര് ഈ നിരപരാധികളായ പലസ്തീൻകാരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇപ്പോഴും ഈ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതകളാണ് പലസ്തീനികളുടെ മേൽ. അവരവിടെ സ്വതന്ത്രമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെ ഇങ്ങനെ കൊന്നൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ആയുധ കച്ചവടക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കളികളാണ്. സയനിസ്റ്റുകളുടെ താല്പര്യങ്ങൾ നേരിടാൻ വേണ്ടിയുള്ള കളികളാണ്. അതിനോടൊന്നും യോജിക്കുന്നില്ല. പക്ഷെ ആ കഥയും ഈ കഥയും തമ്മിൽ യാതൊരു സാമ്യമില്ല. ഇവിടെ നമ്മൾ വേറൊരു കഥയാണ് പറയുന്നത്. മനുഷ്യ ഈ എല്ലാ വിശ്വാസങ്ങളും അവരുടെ ഇതിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന്റെ ഒരു മേഖല കണ്ടുപിടിക്കാൻ അത് അങ്ങനെ മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനാണ് പക്ഷേ റൈറ്റർ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ശൈലിയും ഒക്കെയാണല്ലോ ഈ ജൂതർ അതെ പിന്തുടരുന്നത്. അതെ ആ ഒരു ജീവിതത്തെയും ഒക്കെ ഡോക്യുമെന്റ് ചെയ്യുന്ന രചനകൾ കൂടിയാണല്ലോ താങ്കൾ. അതെ അതെ അത് ഈ ജൂഡായിസം എന്ന് പറഞ്ഞാല് സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാല് ജൂതന്മാരുടെ തുടർച്ചയായിട്ടാണ് ക്രിസ്ത്യാനികൾ വരുന്നത്, ക്രിസ്തു മതം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം ലാസ്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. മുസ്ലിങ്ങൾ കരുതുന്നത് പിന്നെ ലാസ്റ്റ് വേദം ഇറങ്ങിയിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഖുർആനാണ്. അപ്പൊ ഖുർആന് മുമ്പ് ഈ വന്നിട്ടുള്ള അവതരിച്ചിട്ടുള്ളതാണ് വേദമാണ് ഈ തോറ. ഈ തോറയിലാണ് പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റും ഓൾഡ് ടെസ്റ്റ്മെന്റും കൂടിയാണ്. പക്ഷേ ഈ ഒരു നൈരന്തര്യം നോക്കുമ്പോഴേ ജൂഡായിസമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശരിക്കും ഇസ്ലാമാണ്. കാരണം എന്താന്ന് വെച്ചാല് ബേസിക് ആയിട്ടുള്ള ഏത് മതത്തിന്റെയും ബേസിക് പ്രിൻസിപ്പിള് ദൈവമാണ്, ദൈവശാസ്ത്രമാണ്. ദൈവം അരൂപിയായ ദൈവമാണ് ജൂതന്മാരില്. മുസ്ലിമിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് പ്രതിഷ്ഠകൾ പാടില്ല. അതുപോലെ തന്നെ റിച്വൽസിലൊക്കെ ഈ നോമ്പ് വ്രതാനുഷ്ഠാനങ്ങൾ കാര്യങ്ങളിലൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളും ജൂതന്മാരാണ്. അതെ ഭക്ഷണക്രമത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റ് ചെയ്ത് പോയി. അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രം തന്നെ അവരുണ്ടാക്കി. വത്തിക്കാൻ സിറ്റി എന്നുള്ള രാഷ്ട്രം, ഒരു സഭ, പിന്നെ പൗരോഹിത്യത്തിന്റെ ശൃംഖലകള് ഒക്കെ ഉണ്ടാക്കി ക്രിസ്ത്യാനിറ്റിയിൽ, ഇല്ലേ? അതാണ്. അപ്പൊ വേറിട്ട് പോയി. സെമിറ്റിക് മതങ്ങള് ആ നൈരന്തര്യം വിട്ടുപോയി. അതേ സമയത്ത് ജൂഡായിസവും വിശ്വാസം എന്നുള്ള നിലയ്ക്ക് ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള തുടർച്ച, ജൂഡായിസത്തിന്റെ തുടർച്ചയാണ് ഇസ്ലാം. രണ്ടും ഒന്നാണ്. മുസ്ലിങ്ങളും ജൂതന്മാരും ഒക്കെ സഹോദരന്മാരാണ്. നമ്മള് കായൻ ആബേലിന്റെ കഥ പറയുന്നത് ഈ നോവലിലെ ഉടനീളം കായൻ ആബേൽ പറയുന്നുണ്ട്. അതില് ഒരുപാട് സംഭവങ്ങള് ഈ കായൻ ആബേലിന്റെ സംഭവങ്ങൾ ഹിസ്റ്ററിയിൽ, ഇയാളുടെ സേലം കോച്ചയുടെ ഹിസ്റ്ററിയിലൊക്കെ ഈ കായൻ ആബേൽ സംഭവങ്ങൾ വരുന്നുണ്ട്. ജോസഫ് അസാർ കൊച്ചിയിൽ ആദ്യത്തെ ഈ സിനഗോഗ് ഉണ്ടാക്കുന്നത് ജോസഫ് അസാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം പിന്നെ അഞ്ചുവനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജൂതന്മാരുടെ റബ്ബാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു
പിന്നെ രാജകുടുംബം പോലത്തെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തില് ഏറ്റവും രാജാവ് എന്ന് ജൂത രാജാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളാണ് ഈ ജോസഫ് ഫസാർ. ആ ജോസഫ് ഫസാറിന്റെ കഥയിൽ പറയുന്നുണ്ട്, ഒരു ചാപ്റ്റർ അതാണ്. അപ്പൊ അതില് പറയുന്നുണ്ട് ഈ 4 സിനഗോഗ് ഉണ്ടായിരുന്നു ജൂത തെരുവിൽ. അതിൽ ആദ്യത്തെ പിന്നെ സിനഗോഗ് ഉണ്ടാക്കിയത് ജോസഫ് ഫസാറാണ്. ജോസഫ് ഫസാറിന്റെ കഥ രസമാണ്. അയാള് സ്വന്തം അനിയനെ കൊന്നേന് അധികാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ അയാള് ഭാര്യയെ ചുമന്നു കൊണ്ട് വേമ്പനാട് കായലിൽ നീന്തി വന്നിട്ട് കൊച്ചങ്ങാടിയിൽ വന്നിട്ടാണ് അയാള് ഈ സിനഗോഗ് ഉണ്ടാക്കിയെന്നുള്ള ഒരു കഥയുണ്ട്. അപ്പോ ഇതില് സേലം കൊച്ച മകനോട് പറയുന്നുണ്ട്, ചോരപുരന്റെ കൈകൾ കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പള്ളി ഇവിടെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു നൈരന്തര്യമുണ്ട്. ജൂതന്മാരുടെ ചരിത്രം പഠിച്ചു തന്നെയാണ്, അതൊരു ഗവേഷണം അതിന് പിന്നിലുണ്ട്. ഇപ്പോഴാണ് ഈ നോവൽ പുറത്തിറങ്ങുന്നതെങ്കിലും അതിൽ കുറേ കാലത്തെ ഒരു ഗവേഷണം അതിന് പിന്നിലുണ്ടെന്ന് കരുതും. 2012 അപ്പോൾ ഇപ്പൊ 12 കൊല്ലമായില്ലേ, 12 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റ് 15-ാം തീയതിയാണ് എഴുതി തീർത്തത്, ഈ നോവൽ എഴുതി തീർത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്ലഷർ ആയിരുന്നു ഇത് എഴുതി തീർത്തപ്പോഴേ. ഒരുപാട് മാറ്റി എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാറ്റേൺ എനിക്ക് സംശയമായിരുന്നു. കാരണം നോവലിന് ഉള്ളിൽ ഒരു നോവല് വരുന്ന അതിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു. പിന്നെ ഇത്രയും കാലം ഞാൻ വളരെ കാലത്തിന് ശേഷമാണ് ഒരു നോവലിലേക്ക് പോകുന്നത്. ഒരു നോവൽ എഴുതാനുള്ള ക്രിയേറ്റിവിറ്റി എന്നിലുണ്ടോ എന്നുള്ള സംശയം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ക്രിയേറ്റീവ് ജേർണലിസ്റ്റ് ആയിരുന്നു. ആളുകളെ കൊണ്ട് എഴുതിക്കുക, എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കുക, പുതിയ എഴുത്തുകാരെ കണ്ടെടുക്കുക, പിന്നെ ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിക്കുക, ഫോട്ടോ എടുപ്പിക്കുക, ഇങ്ങനെ പുതിയ പുതിയ ആളുകളെ, പുതിയ വിഷയങ്ങളെ ഒക്കെ പ്രസന്റ് എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൊഫഷൻ. അറിയാല, തൊഴിലിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ അതിന് ശരിക്ക് ഒരു ക്രിയേറ്റിവിറ്റി വേണം. നമ്മളൊരു വാർഷിക പതിപ്പ് ഇറക്കണമെങ്കിൽ ഒരു 6 മാസം ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് 6 മാസം വേണം. ഈ 6 മാസം എടുത്തിട്ടാണ് ഞാൻ ഒരു ഇത് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ എനിക്ക് ഓഫ് ഹാൻഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 26 ആനുവൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഒരു റെക്കോർഡായിരിക്കും, ഒരാൾ എന്നെ ഇത്രയും ഇത് ചെയ്തത്. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ കണ്ടുപിടിക്കുക, അതിനെ പറ്റിയ ആളുകളെ കൊണ്ട് എഴുതിക്കുക, ഇതൊക്കെ ആണ് ചെയ്യുന്നത്. അത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ അത് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. എൻ്റെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി ഞാൻ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം വന്ന് എല്ലാം കഴിഞ്ഞ് വിശ്രമ വേളയിൽ എനിക്ക് ഇത് അവശേഷിച്ചിട്ടുണ്ടോ, എനിക്ക് പുതിയ ചെറുപ്പക്കാരെ പോലെ അങ്ങനെ എഴുതാൻ പറ്റുമോ, എഴുതി ഫലിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഞാൻ അതിജീവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഡാനിയൽ കൊച്ച എന്നൊരു ചെറുകഥയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു സംഗതി, അതിന്റെ ഒരു പ്രോഗ്രഷൻ എങ്ങനെയായിരുന്നു? ഈ ജൂതപ്പള്ളിയിൽ കൂടി വേണം ഞാൻ എറണാകുളത്ത്, കാരണം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ മുതൽ ഞാൻ എറണാകുളമായിട്ടാണ് ബന്ധങ്ങൾ. അവിടുത്തെ പത്രക്കാരി, അവിടുത്തെ എഴുത്തുകാരി, സാഹിത്യ പരിഷത്ത്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എപ്പോഴും മിക്കവാറും ഈ ജൂതപ്പള്ളിയുടെ മുമ്പിൽ കൂടിയാണ് ഈ ബോട്ട് കെട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾക്കറിയാം, മട്ടാഞ്ചേരി ജൂതപ്പള്ളിയുടെ ഓപ്പോസിറ്റാണ് ബോട്ട് കെട്ടി. അതിന്റെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ ഈ വിമൻസ് ഹോസ്പിറ്റൽ ഉണ്ട്. ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ കഥയിൽ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോ ഈ ജൂതപ്പള്ളി ഇങ്ങനെ വരുന്ന വഴിക്ക് എപ്പോഴും ഈ ഹലേഗോ ഹൗസിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരാള് നിൽക്കണതാണ്. അപ്പൊ ഒരു സെഫാൽദിക്കായിട്ടുള്ള ഒരു ജൂവാണ് അദ്ദേഹം. എനിക്ക് അന്ന് അതൊന്നും അറിയില്ല. ഞാനൊരു കഥ എഴുതി അങ്ങോട്ട്. ആ കഥ പിന്നെ KR ഗോവിന്ദ മാതൃഭൂമി വീക്കിലിയുടെ എഡിറ്ററായി. അന്ന് അദ്ദേഹത്തെ എനിക്ക് പരിചയമൊന്നുമില്ല. അയച്ചു, അതിൽ പബ്ലിഷ് ചെയ്ത് വന്നു.
അങ്ങനെ അപ്പോൾ അത് വന്നപ്പോൾ നല്ല അഭിപ്രായം പല ആളുകളും. ജോർജ് ജോസഫ്ക്ക് ഒരു കത്തയച്ചു എനിക്ക്. ഗംഭീര നോവലാണ് കഥയാണത്, അത് നോവലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. അതുപോലെ തന്നെ ഞാൻ ആ കൊല്ലം 1984 അന്ന് ഞാൻ സിനിമയിൽ പാട്ട് എഴുതു. അതിന് ഈ ഫാസിലിന്റെ മറക്കില്ല ഒരിക്കലും എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ 2 പാട്ട് എഴുതണം. ജയന്തൻ പാടിയ പാട്ടുണ്ട്, ഈ വാണി ജയറാം പാടിയ പാട്ട്. 2 പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പാമ്പുറ ഹോട്ടലിൽ ചെന്നൈയിൽ. അവിടെ എത്തിയപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു സിനിമയുടെ ഫൈനൽ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എനിക്കറിയാം, പള്ളിക്കര VP ഉമാർ. അത് നല്ല നോവലിസ്റ്റൊക്കെ ആയിരുന്നു. തേൻതുള്ളി എന്നുള്ള പിന്നെ സിനിമ അദ്ദേഹത്തിൻ്റെ നോവല് ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെ സാഹിത്യവും സിനിമയൊക്കെ ഉള്ള ആളാണ്. പള്ളിക്കര വിപ്പിനെ എനിക്കറിയാം, ആളെ കൊണ്ട് എഴുതിച്ചിട്ടുള്ള. അപ്പോൾ ഈ ഗുണത്തിലുമായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല, ഒന്നുമില്ല. അപ്പോൾ മൂപ്പര് യാത്രക്കിടയിൽ, തീവണ്ടി യാത്രക്കിടയിൽ ഈ കഥ വായിച്ചിട്ട് എക്സൈറ്റഡ് ആയി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ. അതിങ്ങനെ ഇത് പിന്നെ ഏതാണ്, ഞാൻ പേര് കേട്ടിട്ടില്ല, ജമാൽ കൊച്ചങ്ങാടി ആരാണ് എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഈ പള്ളിക്കരോട് പറഞ്ഞപ്പോൾ പള്ളിക്കര പറഞ്ഞ അയാള് മുകളിലുണ്ട്, അടുത്ത് മുകളിലെ റൂമിലുണ്ട്. അങ്ങനെ എന്നെ വിളിച്ചു വരുത്തി. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞിടാ, ഇതിങ്ങനെ വിട്ടാൻ പറ്റൂലേ കഥ, ഇത് വലിയ നോവലിനുള്ള സ്കോപ്പ് ഉണ്ട്, നോവൽ എഴുതണമെന്ന്. അങ്ങനെ ആദ്യത്തെ വിത്ത് ഇട്ടത് നോവലിനുള്ള, ഈ നോവലിന്റെ ആദ്യത്തെ വിത്ത് ഇട്ടത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും. എത്ര വർഷമായി കാണും? ഒരു 84 40 വർഷം കഴിഞ്ഞു. അത് എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അത് ആ കഥാബീജം കിടന്നിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. അതിപ്പോഴാണ് പൂർണ്ണതയിലെത്തിയെന്ന് മാത്രം. ഈ നോവലിലെ ഒരു വിഷ്വൽ പാറ്റേണിനെ കുറിച്ചാണ് അവതാരികയിൽ എന്നെ സ്നാതകൻ ഒന്ന് എടുത്ത് എഴുതിയിട്ടുള്ളത്, അതിൻ്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ എന്നുള്ളത്. അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു കമന്റ്? അത് പിന്നെ ഒന്നാമത് ഈ കഥ ആവശ്യപ്പെടുന്നത് 250 കൊല്ലത്തെ കഥയാണത്. അപ്പൊ അതിൽ ഒരു യഹൂദ കുടുംബം, കറുത്ത ജൂതന്മാരുടെ ഒരു കുടുംബം ഈ 250 കൊല്ലം റെസിസ്റ്റ് ചെയ്ത് എന്ന ഒരു സംഭവം പറയുന്നുണ്ട്. പക്ഷെ വെറും ചരിത്രം അങ്ങോട്ട് പറഞ്ഞാൽ പോരാ. നമ്മളൊരു പിന്നെ കണ്ടംപററി ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ കഥ പറയുമ്പോൾ, ഞാൻ 1980കളിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ശരിക്ക് നമ്മൾ കണ്ടംപററി സമൂഹത്തിൽ നിന്ന് നമ്മൾ പറയാൻ തുടങ്ങണം. അത് ഞാൻ ആദ്യം തന്നെ നിശ്ചയിച്ചു. അപ്പോൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അതിന് വേറെ ഒരു ഇത് വേണം. ഒരു 1980കളിലാണ് കഥ ആരംഭിക്കുന്നത്. 80കളായപ്പോഴത്തേക്ക് ജൂതന്മാരിൽ മിക്കവാറും പോയി കഴിഞ്ഞു. അവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട്, പിഞ്ചു പൈതങ്ങളുടെ കിളിക്കൊഞ്ചലുകൾ ഇല്ലാതാകുന്നു, യുവാക്കളുടെ പ്രണയ ഭാഷണങ്ങൾ ഇല്ലാതാവുന്നു, വൃദ്ധം ജൂതന്മാരുടെ ചുമകൾ മാത്രം ബാക്കിയാവുന്നു. ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. 1980കളിൽ ഈ ജൂതത്തെരുവിന്റെ അവസ്ഥ എന്താണ്, ആ അവസ്ഥ വിവരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടെ ജൂതഭവനങ്ങളൊക്കെ പോയി, എല്ലാവരും ആലിയ പോയി. കുറച്ച് കുടുംബങ്ങളുണ്ട്, അവർ പോകാൻ തയ്യാറില്ല, പോകാൻ കാര്യമില്ല. പിന്നെ കൂടുതൽ ആളുകളും പിന്നെ ഒരു വശത്ത് പറഞ്ഞ എല്ലാം വിശ്വാസപരമായിട്ടുള്ള ഇതുകൊണ്ട് പോയതല്ല, ജീവിതത്തിന്റെ കാരണം ഇണകളെ കിട്ടണം. ഈ ജൂതന്മാർക്ക് അവരുടെ ഇണകളെ തന്നെ കിട്ടണമല്ലോ, ഒരു സമുദായത്തിൽ വേണമെന്ന് നിർബന്ധമുള്ളവര് അങ്ങനെ പോകുന്നു. ജോലി കിട്ടാനുള്ള സാഹചര്യം നോക്കി പോയവരുണ്ട്.
അങ്ങനെയൊക്കെ പോയപ്പോൾ ആളുകൾ എന്നുകൊണ്ട് അവസാനം വന്നപ്പോൾ കുറേ വൃദ്ധർ മാത്രമായി. അത് ആണ് അതിൻ്റെ ആ അപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നാം കാണുന്നത് ഒരു പിന്നെ 12 വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു കോഹൻ കുടുംബത്തിലേക്ക്, കോഹൻ എന്ന് പറഞ്ഞാൽ യഹൂദ സമുദായത്തിലെ ഒരു സവർണ സമൂഹം. അവർക്ക് പിന്നെ കറുത്ത ജൂതന്മാരുമായിട്ട് ഒരു ഇടപാടും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാള് ഒരു കറുത്ത മുസ്ലിമായിട്ടുള്ള ഒരു പയ്യന് ആ കുടുംബത്തിൽ വന്ന് കയറുകയും അവരുടെ ചുമതലകൾ നിർവഹിക്കുകയും പിന്നെ അവനെ ഉൾക്കൊള്ളുകയും അവൻ അവരെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ട് ഒരു പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ഡെവലപ്പ് ചെയ്ത് വരികയും. മനസ്സിലായില്ലേ? പിന്നീട് ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എൻ്റെ ഭാര്യ സാറ മരിച്ചുപോയി, ഞാൻ പേരൊക്കെ മാറ്റിയതാണ്, അവർക്ക് വേറെ ആരുമില്ല, മക്കളാരുമില്ലല്ലോ, മക്കളില്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ കഥയും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോ അത് നീ നോക്കണം, നിന്നെയാണ് ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കണമെന്ന്. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് സാറ മരിക്കുന്നത്. അതുവരെ അത് കഴിഞ്ഞ ശേഷവും ഈ താഹ എന്ന് പറഞ്ഞ ആളാണ് സാറ ആൻറ്റിയെ നോക്കിയത്. അത് കൊച്ചിയുടെ ഒരു ലെജൻഡാണ് ആ സംഭവം. ഈ താഹ ഞാൻ കോഴിക്കോട് പോകുന്ന സമയത്ത് 1980s പറഞ്ഞല്ലോ, അപ്പോഴത്തേക്ക് ഞാൻ കോഴിക്കോട് എത്തി. അപ്പൊ താഹയെ ഞാൻ നേരിട്ട് കണ്ടിരുന്നില്ല. താഹയുടെ ബാപ്പനെ എനിക്കറിയാം, ഇബ്രാഹിംക്ക തുന്നൽക്കാരനായിരുന്നു, കുച്ചങ്ങാടിയിലെ തുന്നൽക്കാരനായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടുകളിൽ വന്നിട്ട് തുന്നൽ പണികളൊക്കെ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഒക്കെ ചരിത്രമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ താഹയെ പിന്നീടാണ് ഞാൻ കാണുന്നതും കൂടുതൽ ബന്ധപ്പെടുന്നതും. താഹ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. താഹ ഒരു ഈ സാക്ഷിയാണ്, ഈ നോവലിലെ ഒരു കഥാപാത്രമാണ് താഹ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ കുറിച്ച്. അവര് രണ്ടുപേരാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 2 കഥാപാത്രങ്ങളുള്ളത്. അപ്പൊ ഈ കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോ മാധവൻ സൂചിപ്പിച്ചതുപോലെ 80s തുടങ്ങി, 1980s തുടങ്ങി നേരെ 18ാം നൂറ്റാണ്ടിലേക്ക് പോയി 1750 ഡച്ച് ഭരണകാലം, ആ കൊച്ചി ഡച്ചുകാരുടെ കയ്യിലായിരുന്ന ആ കാലത്തേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്തരത്തിലൊരു എഡിറ്റിംഗ് പാറ്റേൺ അതിൽ വരുത്തിയിട്ടുണ്ട്, ഒരു കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു എഡിറ്റർ ഉണ്ടല്ലോ. എഡിറ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ കഥ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കഥ എഡിറ്റ് ചെയ്യാനുള്ള സംഗതി എനിക്ക് ഉണ്ടാവുമല്ലോ. അതെ അതെ, ഒരു എത്നിക് നോവൽ എന്ന മട്ടിൽ വായനക്കാർ ഇതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത്, ഇപ്പം കുറച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കറുത്ത ജൂതരും വെളുത്ത ജൂതരും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തിന്റെ കഥയും ഇതിലേക്ക് വരുന്നുണ്ട്. അത്തരം ഒരു വംശീയത ഈ ജൂത സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ വെളുത്ത ജൂതന്മാര് എന്ന് പറഞ്ഞ സെഫാൽദിക് ആയിട്ടുള്ള ജ്യൂസ്, അവര് മിക്കവാറും ഈ പിന്നെ 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്പെയിനിൽ നിന്നും ഈ പോർച്ചുഗലിൽ നിന്നൊക്കെ അവിടുന്ന് അടിച്ചോടിക്കപ്പെട്ട ആളുകളാണ്, വൈറ്റ് ജ്യൂസാണ് അവര് ഇൻക്വിസിഷന്റെ ഒരു കാലമായിരുന്നല്ലോ അത്. ഇത് സ്പെയിനിലും പോർച്ചുഗലിലൊക്കെ അങ്ങനെ വന്ന ആളുകളാണ് വൈറ്റ് ജ്യൂസ്. ഇപ്പൊ വൈറ്റ് ജ്യൂസിന് ഇവിടെ നമ്മുടെ രാജാവിന്റെ വലിയ അവരെ കണ്ടപ്പോ തന്നെ ഒരു വെളുത്ത തൊലിയും പൂച്ചക്കണ്ണുകളും ഒക്കെ ആയിട്ടുള്ള ഈ ആളുകളെ കണ്ടപ്പോ
നമ്മളെ രാജാവിന് ഭയങ്കര ഇഷ്ടം തോന്നി. ഉം. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ഒരു വംശത്തിന് എൻ്റെ നാട്ടിൽ ഇടമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരു സ്ഥലം കൊടുക്കുകയാണ് അവർക്ക് വീട് വെക്കാനായിട്ട്. അപ്പൊ അവരുടെ വീടുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ചുറ്റുമതിലുകളൊന്നും ഇല്ലാത്ത വീടുകളാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വീടും മറ്റേ വീടും തമ്മിൽ ചുറ്റുമതിലുകളൊന്നും ഇല്ല. നമ്മുടെ തീവണ്ടിയുടെ പോകൻ പോലെയാണ് പോകുന്നത്. അങ്ങനെയുള്ള 2 നില കെട്ടിടങ്ങളുടെ ഒരു ഇത് 500 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാ. അങ്ങനെയാണ് അവരവിടെ താമസമാക്കിയത്. പലപ്പോഴും ഞാൻ എൻ്റെ ബാപ്പയുടെ ഈ നേരത്തെ പറഞ്ഞ കവരടിപ്പോയിൽ പോയപ്പോ അവിടെ നെരിപ്പോട് കണ്ട്. ഈ ഈ ഇത് ഫയർ പ്ലേസ് ആണപ്പോ എനിക്ക് എന്താണ് ഫയർ പ്ലേസ് ശരിക്കും പറഞ്ഞാൽ ഈ വെസ്റ്റേൺ കൾച്ചർ മാത്രമല്ല, അവർക്ക് തണുപ്പ് വലിയ ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫയർ പ്ലേസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ വീടുകളിലൊക്കെ ഫയർ പ്ലേസ് വന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഇവരുടെ കൾച്ചർ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ഞാനൊരു നോവല് എത്നിക് ആയിട്ടുള്ള ഒരു നോവൽ എഴുതുമ്പോൾ ഒരു സംസ്കാരം എങ്ങനെയാണ്, ഒരു സമൂഹം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അത് വെറും പേര് മാത്രമല്ല, അവരുടെ വിശ്വാസങ്ങൾ, വിത്തുകള്, റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങൾ, ആരാധനാക്രമങ്ങൾ, ഭാഷ, പിന്നെ ഭക്ഷണം എല്ലാം ഇതിൽ വരണം എന്ന് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു. കാരണം സംസ്കാരം എന്ന് പറയുമ്പോൾ അതെല്ലാം വരണം. അത് രേഖപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കടുകിട വ്യത്യാസമില്ലാത്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ജനത, അവർ മറ്റു സമുദായങ്ങളുമായി കലരാൻ താല്പര്യമില്ലാത്ത ഒരു ജനത, അങ്ങനെ ഒരു സമൂഹത്തെയാണ് ഈ നോവലിലൂടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, ഒരു ആഖ്യായിക എന്ന മട്ടിൽ. അപ്പോൾ അതിൽ നോവലിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു സങ്കല്പവും താങ്കൾക്കുണ്ടാകുമല്ലോ. ആ ഒരു സങ്കല്പം നിങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്നാ അത് എത്നിക് നോവൽ എന്ന് മാത്രമല്ല, ഈ നോവലിനെ കുറിച്ചുള്ള എൻ്റെ ഒരു സങ്കല്പം വളരെയധികം വിശദീകരിച്ച് ഡിസ്ക്രിപ്ഷൻസ് കൂടുതൽ ഇല്ലാതെ, വലിയ വിവരണങ്ങൾ, ഭാഷയുടെ ബേസിക് ആയിട്ട് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ, അത് അവരുടെ ഓറൽ ട്രഡീഷൻ. അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞ ഈ ജൂത മലയാളം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു കൊച്ചിയിൽ. ജൂതന്മാർ അവരുടേതായിട്ടുള്ള പാട്ടുകൾ, പിന്നെ വിവാഹ ആവശ്യത്തിനൊക്കെ പാട്ടുകൾ, അവരുടേതായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പ്രയോഗങ്ങളുണ്ടായിരുന്നു. പിന്നെ അവര് ദൈവത്തെ അദോനായി എന്നാണ് ദൈവത്തെ വിളിക്കുന്നത്. അങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇല്ല, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള സംഗതികൾ, നാട്ടു അറിവുകൾ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ വിവരിച്ച് വായനക്കാരനെ ബോറടിപ്പിക്കുന്നതിനേക്കാൾ പലപ്പോഴും ചിത്രകാരന്മാര് സ്ട്രോക്സ് വരച്ച് അതിൽ നിന്ന് പിന്നെ ഒരു ആളെയോ ഒരു ജീവിതത്തെയോ ഒക്കെ ഇങ്ങനെ, അപ്പൊ വായനക്കാരനും നോവലിസ്റ്റും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒന്നാണ് നോവല് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം നമ്മൾ സ്പേസ് വിടുന്നുണ്ട് വായനക്കാരൻ ഇന്റലിജന്റ് ആണ്. പഴയ വായനക്കാരല്ല, പുതിയ വായനക്കാരൻ എന്ന് പറഞ്ഞാൽ വരികൾക്കിടയിൽ വായിക്കാൻ കഴിവുള്ള ആള്. അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ഭാവനക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, അവരുടെ ഇമാജിനേഷനിൽ കൂടി വേണം ഈ നോവല് പൂരിപ്പിക്കാൻ. അപ്പൊ ഞാൻ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, മനഃപൂർവ്വം ചേരുമ്പടി ചേരുക നമ്മള് സ്കൂളിൽ പഠിപ്പിക്കില്ല. അതുപോലെ ഈ വായനക്കാരൻ പൂരിപ്പിക്കേണ്ടത്, വായനക്കാരൻ്റെ അവന്റെ ഒരു സർഗശക്തി ഉണ്ട്. ആ സർഗശക്തിയിൽ പിന്നെ ഭാവന കൊണ്ട് പൂരിപ്പിക്കേണ്ടത്. അപ്പോ എഴുത്തുകാരനും നോവലിസ്റ്റും വായനക്കാരനും ഒന്നിച്ചുണ്ടാക്കുന്ന ഒരു നോവലാണ്. നോവലിൽ സംഗീതത്തിന്റെ ഒരു സ്വാധീനമുണ്ട്. അതിന്റെ ആദ്യ ചാപ്റ്ററിൽ തന്നെ സംഗീതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. താങ്കളുടെ ഉള്ളിലുള്ള ഒരു സംഗീതം തന്നെയാണോ അതിൽ പ്രവർത്തിച്ചത്? ഇതില് വെസ്റ്റേൺ
ഈ മ്യൂസീഷ്യൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ജിം റീവ്സിനെ, നമ്മളെ തളുത്തുമ്പൂനെയൊക്കെ പോലെ. ഉം. അപ്പോൾ അദ്ദേഹത്തിന്റെ ലിറിക്സിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഉം. അതിൽ പറയുന്നത് വെൽക്കം ടു മൈ വേൾഡ്, എൻ്റെ ലോകത്തിലേക്ക് വരൂ. മിറക്കിൾസ് അന്നും ഇന്നും സംഭവിച്ചിട്ടുണ്ട്, അതിശയങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഉം. അപ്പോൾ നോവലിൽ വരാനിരിക്കുന്ന മിറാക്കിൾസിനെ കുറിച്ചുള്ള സൂചന. മിറാക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ യഹൂദനും മുസ്ലിമും തമ്മിലുള്ള ഒരു തരം ഒരു ബന്ധം അവിടെ വരുന്നുണ്ട്. അത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു നടക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ. അത് നോവലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രോ ആണ്, സൂചനയാണ്. ഈ കഥയുടെ പിന്നീടുള്ള വികാസത്തിൽ അതിന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏറെക്കാലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. മാധ്യമ രംഗം എന്ന് പറയുമ്പോൾ എഡിറ്ററായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റുള്ള എഴുത്തുകാരെ കൊണ്ട്, അതും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ അവരുടെ സൃഷ്ടികൾ ചോദിച്ചു വാങ്ങി ഈ വാരാന്ത പതിപ്പുകളിലും അതുപോലെ തന്നെ ആഴ്ച പതിപ്പിലും വാർഷിക പതിപ്പിലുമൊക്കെ പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ള ആള്. ആ ഒരു അനുഭവം അത് കൂടി ഒന്ന് വിവരിക്കാമോ? അത് ഞാൻ ചെല്ലുന്ന പത്രങ്ങളിലൊക്കെ ഇപ്പൊ താങ്കൾക്ക് അറിയാവുന്ന പോലെ ഈ പിന്നെ ഞാൻ മിക്കവാറും റിപ്പോർട്ടിങ്ങിൽ പോയിട്ടില്ല. റിപ്പോർട്ടിങ്ങിന് പോയ അനുഭവമില്ല, ഡെസ്കിലാണ്. അപ്പൊ മിക്കവാറും എൻ്റെ ഈ സാഹിത്യപരവും കലാപരവുമായിട്ടുള്ള എൻ്റെ അഭിരുചികളും താല്പര്യങ്ങളും ബന്ധങ്ങളും അറിയാവുന്ന പത്ര മാനേജ്മെന്റ് എന്നെ അത്തരം ഒരു ജോലിയിലേക്കാണ് നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്തരം വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ മാധ്യമം ആദ്യം തുടങ്ങിയ സമയത്ത് അതിൻ്റെ വാരാന്ത്യ മാധ്യമം എന്നുള്ള വീക്കെൻഡ് ഉണ്ട്. അന്ന് കെ എ കൊടുങ്ങല്ലൂരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. കെ എ കൊടുങ്ങല്ലൂർ നല്ല ചിന്തകനും നല്ല എഴുത്തുകാരനും നല്ല പ്രാസംഗികനും ഒക്കെ ആയിട്ടുള്ള ആളാണ്. പിന്നെ നല്ല രീതിയിലാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം 1.5 കൊല്ലം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് ഞാനാണ് വീക്കെൻഡ് ചെയ്തിരുന്നത്. വീക്കെൻഡ് പിന്നെ വീക്കിലി തുടങ്ങിയപ്പോൾ വീക്കിലി കുറെ നാൾ ചെയ്തു. പിന്നെ വാർഷിക പതിപ്പുകളൊക്കെ ഞാനാ ചെയ്തു. ഞാൻ ജോലി ചെയ്ത എല്ലാ കൊല്ലവും വാർഷിക പതിപ്പ് ഞാൻ തന്നെ ചെയ്യണമെന്ന് മാനേജ്മെന്റിൽ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഈ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നെ ഉടമകള്, പത്ര ഉടമകള്, അവർക്ക് ഈ സാംസ്കാരിക രംഗമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല. ഞാൻ സാഹിത്യവംശത്തിലൊക്കെ കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി അസോസിയേഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എറണാകുളത്ത് കുറെ കാലം ജോലി ചെയ്ത് എല്ലാ എഴുത്തുകാരുമായിട്ടൊക്കെ അറിയാം. ഞാൻ ചോദിച്ചാൽ ആരും എഴുതി തരും. വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ട് എല്ലാ ആളുകളും എനിക്ക് എഴുതി തരും. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ആദ്യ ലക്കം ഇറങ്ങിയപ്പോൾ മാധ്യമത്തിന്റെ 1987 മാധ്യമം ആരംഭിക്കുന്നത്. 88 ആദ്യത്തെ വാർഷിക പതിപ്പ് ഇറക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്നെയാണ് ചുമതലയേൽപ്പിച്ചത്. അദ്ദേഹം അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞ് പിന്നെ ഇലസ്ട്രേഷൻ വരക്കണമെങ്കിൽ നമ്പൂതിരി അല്ലെങ്കിൽ ദേവൻ ആരെങ്കിലുമൊക്കെ വരക്കാം, അത്രയും വലിയ ആളുകളെ കൊണ്ട് വരപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു ചാലഞ്ചാണ്. ഞാൻ നമ്പൂതിരിയെ കൊണ്ട് വരപ്പിച്ചു. നമ്പൂതിരി അന്ന് കലാകൗമുദിയിൽ വർക്ക് ചെയ്യുന്ന സമയം വേറെ പത്രത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ വരപ്പിച്ചു. അങ്ങനെ ഫസ്റ്റ് ആനുവലിൽ തന്നെ നമ്പൂതിരിയുടെ വര പിന്നെ ഒരുപാട് എല്ലാ എഴുത്തുകാരും ഉണ്ട്. എല്ലാവരെയും സംഘടിപ്പിച്ച് കവികളായാലും എല്ലാവരും തന്നെ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ എഴുത്തുകാരെ കൊണ്ടും എഴുതിച്ച് ഒരു പുതിയ പത്രത്തിൻ്റെ പിന്നെ ആദ്യത്തെ വാർഷിക പതിപ്പാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള ഒരു സംഭവമായിരുന്നത്. അത് അന്ന് പി കെ ബാലകൃഷ്ണൻ അതിൻ്റെ എഡിറ്റർ. പക്ഷെ അദ്ദേഹം ഒരിടത്തും ഇടപെട്ടില്ല. അപ്പോ ഈ ഇതില് ഞാൻ ഫീച്ചർ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് അത് ഈ
ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, അത് ഒരു വീക്കിൽ നമ്മൾ ഈ വീക്കിലെടുത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ എം.ടി. വാസുദേവനാരുടെ കഥ വായിക്കുന്നു, അയാളുടെ രണ്ടാം ഊഴം. അപ്പോൾ രണ്ടാം ഊഴത്തിൽ കുറേ ചിത്രങ്ങൾ കാണുന്നു. ആ ചിത്രങ്ങൾ ആരാണ് പഠിച്ചത്, അവരുടെ ജീവിതം എന്താണ്, അവരെങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും വായനക്കാരന് അറിയില്ല. അവർ ഒരു കൺസേൺഡ് അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ അറിയപ്പെടാത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് പോയി അവരെ കുറിച്ചുള്ള ഒരു ഫീച്ചർ ചെയ്യണമെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ കല. അങ്ങനെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു അത്. അപ്പൊ അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഇല്ലസ്ട്രേഷന്റെ ഒരു ചരിത്രം രേഖപ്പെടുത്തി. ബി ഭാസ്കരം തൊട്ടുള്ള എഴുത്തുകാരുടെ അന്ന് ഇത്ര അധികം ചിത്രാമന്മാർ ഇല്ലസ്ട്രേഷൻ വരക്കില്ല. 88-ല് അല്ല, ഉള്ളവരെയൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരെ കുറിച്ചും അങ്ങനെ ഒരു ഫീച്ചർ ചെയ്തു. അതും ആളുകൾക്ക് സ്വീകാര്യത. അപ്പോൾ ഇത്തരം കണ്ടെത്തലുകൾ, അപ്പോൾ അത് പിന്നെ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു കാര്യം ഡോക്യുമെന്റ് കാർട്ടൂണിസ്റ്റുകൾ ആ 10 കൊല്ലം തികഞ്ഞ സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് തോന്നി കാർട്ടൂണിസ്റ്റുകൾ, കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റുകളൊക്കെ മലയാളികളാണ്. ശങ്കർ മൊയ്ലി, ശങ്കേഴ്സ് വീക്കിലി സ്ഥാപിച്ച ശങ്കർ മൊയ്ലി, ശങ്കർ, പിന്നെ OB വിജയൻ, KV കേരളവർമ്മ, പിന്നെ കുട്ടി സാറ്, പിന്നെ അബു അബ്രഹാം, അങ്ങനെയുള്ള എല്ലാ ആളുകളും. അപ്പൊ അവരെ കുറിച്ചുള്ള ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ ഓടിയാണത്. ഡൽഹിയിലൊക്കെ പോയി. പിന്നെ ഡൽഹിയിൽ ചെന്നപ്പോ കുട്ടി സാർ അമേരിക്കയിലേക്ക് മക്കളുടെ അടുത്തേക്ക് പോവാൻ നിൽക്കും. ആ നിന്നിടത്തേറ്റാണ് അദ്ദേഹത്തെ കൊണ്ട് ഒരു സെൽഫി കാരിക്കേച്ചർ, എല്ലാരെ കൊണ്ടും സെൽഫി കാരിക്കേച്ചർ വരപ്പിച്ചു. ഇതിനു വേണ്ടി തന്നെ വരപ്പിച്ചു. ശങ്കറുണ്ട്, രവിശങ്കർ, OB വിജയന്റെ മരുമകൻ, അതും ഉണ്ടായിരുന്നല്ലോ. EP ഉണ്ണി, ഇവരെല്ലാരും കണ്ടു. പിന്നെ അവസാനം നോക്കി വന്നപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ വരച്ചത് സാമുവൽ എന്ന് പറഞ്ഞൊരു മലയാളിയാണ്. അങ്ങനെ ആളെ അന്വേഷിച്ച് തപ്പിതാണ് നടന്ന് ഡൽഹിയുടെ ഒരു ഓണം കേറാൻ മൂലയില് അദ്ദേഹം ഹോമിയോ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി. പിന്നെ കേരളവർമ്മേനൊക്കെ ഇപ്പൊ കണ്ടില്ല, നാട്ടിലേക്ക് പോയിരുന്നു. അങ്ങനെ കേരളവർമ്മയെ തപ്പി നടന്ന് എറണാകുളം പ്രസ് ക്ലബിൽ എത്തിയപ്പോ ഒരാൾക്കും കേരളവർമ്മ എന്നുള്ള പേര് പോലും കേട്ടിട്ടില്ല. പിന്നെ എങ്കിലും ഞാൻ തൃപ്പൂണിത്തുറയിൽ പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ച്. അദ്ദേഹം ജയിലിലെ കാർട്ടൂണിസ്റ്റ് എന്നുള്ളതിൽ ജയിലിൽ കിടന്ന ആളാണ് ഇന്ദിരയുടെ കാലത്ത്. അതുപോലെ OB വിജയനെ പോയിട്ട് സെക്കന്ദരാബാദിൽ പോയി കണ്ട്. അത് നല്ലൊരു വർക്കായിരുന്നു. ഈ അച്ചടി മാധ്യമത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പരിണാമത്തിന്റെ ഒപ്പം സഞ്ചരിച്ച ആളാണ്. അന്നത്തെ ആ ഒരു മാധ്യമ പ്രവർത്തന രീതിയും അന്നത്തെ ആ ഒരു ശൈലിയും ഇപ്പോഴത്തെ ഒരു ശൈലിയെയും താരതമ്യപ്പെടുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അല്ല, ഞാനേ ശരിക്ക് അച്ചുവറക്കിട്ടിരുന്ന ഒരു കാലം അവിടെ നിന്ന് തുടങ്ങി. ടെക്നോളജി ഒട്ടും വികസിക്കാത്ത ഒരു കാലത്ത് നിന്നാണ് ഈ എന്റെ ജേർണലിസം തുടങ്ങുന്നത്. അന്ന് ജേർണലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലില്ല, കോഴ്സുകളില്ല, പിന്നെ പ്രസ് അക്കാഡമി ഇല്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പരിശീലനം മാത്രമുള്ളൂ. കാരണം ഞാൻ സ്കൂൾ ജീവിതം കഴിഞ്ഞ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെങ്കിൽ തൊഴിൽ പരിശീലനമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ പത്രത്തിൽ കേരളാന്തരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സായാഹ്ന പത്രത്തിലാണ് തുടങ്ങുന്നത്. എല്ലാം പിന്നെ നമ്മൾ സെൽഫ് ബിൽഡ് ചെയ്യായിരുന്നു. ഈ പിന്നെ മിക്കവാറും അങ്ങനെയാണല്ലോ, നമ്മൾ സെൽഫ് ബിൽഡ് ചെയ്യേ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അന്നേ വായനയുണ്ട്, നല്ല വായനക്കാരനായിരുന്നു. ഈ പുതിയ ടെക്നോളജി അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോ ഒരു വീക്കെൻഡിൽ ഒരു സംഭവം കവർ സ്റ്റോറി ചെയ്യണമെങ്കിൽ ആ കവർ സ്റ്റോറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ വിഷ്വൽ തന്നെ മനസ്സിൽ കാണും. പല സംഭവം ഈ പിന്നെ ക്യാൻസർ രോഗത്തെ കുറിച്ചുള്ള അതിജീവിച്ച ആളുകളുടെ 2 പേരെ കുറിച്ച് ഒരു ഇത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഒന്ന് നമ്മളെ ദീദി, പ്രേംചന്ദിന്റെ വൈഫ്, ദാമോദരൻ മാഷിന്റെ മകള് ദീദി ദാമോദരൻ, അവരെ ഒരു, പിന്നെ അതോടൊപ്പം N. ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചു വെച്ച ആൾക്ക് ക്യാൻസർ രോഗി ആയിട്ട് മാറുക.
ഈ രണ്ടുപേരും തമ്മിൽ ഉള്ള ഒരു പിന്നെ രണ്ടുപേരും വരുന്ന ഫീച്ചർ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫോട്ടോ അവരുടെ രണ്ടുപേരുടെയും ഈ പ്രൊഫൈൽ ഫോട്ടോ മുഖം തിരിഞ്ഞിരിക്കുന്ന അതെന്റെ മനസ്സിലെ ഒരു ഫ്രെയിം രൂപത്തിലാ വന്നത്. അങ്ങനെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അതനുസരിച്ച് ഞാൻ പേജ് ചെയ്ത് പേജ് ചെയ്യുമ്പോൾ ഞാൻ അടുത്തിരുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ മാധ്യമങ്ങളുടെ ഒരു രീതിയെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ച് പോകാൻ തോന്നുന്നു. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പറയുമായിരുന്നു മാധ്യമങ്ങൾ പ്രതിപക്ഷമാകണം എന്ന് പറയുമായിരുന്നു. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മം നിർവഹിച്ച് പോരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ മാധ്യമങ്ങളെ രാഷ്ട്രീയം കറപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? മാധ്യമങ്ങളെ ഇന്ന് ഈ സമയത്ത് നമ്മുടെ ഈ കാലത്ത് മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഭരണകൂടവും കോർപ്പറേറ്റുകളാണ്, അവരുടെ കയ്യിലാണ് മാധ്യമങ്ങൾ. അവരുടെ വെപ്പൻസ് മാത്രമാണ്, അവരുടെ ഉപകരണങ്ങൾ മാത്രമാണ് മാധ്യമങ്ങൾ എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. അതിപ്പോൾ പാർട്ടികൾ നടത്തുന്ന പത്രങ്ങളായാലും കോർപ്പറേറ്റുകളുടെ ആയാലും ഒക്കെ തന്നെ അങ്ങനെയാണ്. പിന്നെ മാധ്യമ പ്രവർത്തകന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പരിമിതമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ ഈ ഭരിക്കുന്ന കക്ഷിക്ക് പിന്താങ്ങിയിട്ട് രാഷ്ട്രീയത്തിൽ വോട്ട് ചോദിക്കുന്ന അവസ്ഥ വരെ നമ്മുടെ എഴുത്തുകാർക്ക് വന്നിരിക്കുന്നു. അതൊരു ദുരന്തമാണ്. കാരണം എഴുത്തുകാരൻ എന്ന് പറഞ്ഞാല് നമുക്ക് എന്നും പ്രതിപക്ഷത്തിന്റെ റോളാണ്. ഭരണത്തെ ഭരിക്കുന്നവരെയും ആധിപത്യത്തിൽ ഇരിക്കുന്നവരെയും ചോദ്യം ചെയ്യാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവകാശമാണ് എഴുത്തുകാരൻ്റെ അവകാശം. അത് അങ്ങനെ എത്ര എഴുത്തുകാർ നമുക്കുണ്ടെന്ന് എനിക്കറിയില്ല. പല ആളുകളും ന്യായീകരണ തൊഴിലാളികളായിട്ട് മാറിയിരിക്കുന്നു. അവർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ടാവും. അത് വളരെ ദുരന്തമാണത്. എഴുത്തുകാരൻ ആയാലും മാധ്യമങ്ങളായാലും അവരെയൊക്കെ ആരെയും വിലക്ക് വാങ്ങാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് വളരെ സ്റ്റേണായിട്ട് നിൽക്കണം. ചില കാര്യങ്ങൾ ഇപ്പോൾ സച്ചിദാനന്ദൻ ഈ സാഹിത്യ അക്കാദമി പ്രസിഡന്റായി ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ പല കാര്യങ്ങളിലും സ്വന്തം നിലപാടുകളും എടുത്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ അദ്ദേഹത്തിന് രാജിവെച്ചുകൂടെ എന്ന് ചോദിക്കാം. അതും ഒരു ചോയ്സാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല? രാജിവെച്ചിട്ട് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാമായിരുന്നില്ല എന്ന് ചോദിക്കും. പിന്നെ എന്നാലും അദ്ദേഹം ഈ ആശാ തൊഴിലാളികളുടെ കാര്യങ്ങളിലും ഒക്കെ അദ്ദേഹം സ്വന്തം നിലപാടുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭരണകൂടം അദ്ദേഹത്തിന്റെ ആ നിലപാടുകളോട് പിന്നെ കണ്ടില്ലെന്ന ഭാവം നടിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹം ഈ സ്ഥാപനങ്ങളെക്കാൾ വലിയൊരു കവിയും വ്യക്തിത്വവും ഒക്കെ ആയതുകൊണ്ടായിരിക്കണം. കാരണം ഇന്ന് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു സാംസ്കാരിക അംബാസഡർ എന്ന് പറയാവുന്ന ആളാണ് സച്ചിദാനന്ദൻ കെ. സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ കവിതകളിലായാലും ലേഖനങ്ങളിലായാലും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പിന്നെ അദ്ദേഹം ഈ വ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടത്തുന്ന വിമർശനങ്ങളും നിലപാട് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ മറ്റുള്ള എഴുത്തുകാർക്ക് മാതൃക ആയിരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനമുണ്ട്. ഇപ്പോൾ താങ്കളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ സോഷ്യൽ മീഡിയയെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ഒരു നിലപാട് പ്രഖ്യാപനത്തിന് ഏറ്റവും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണോ താങ്കൾ അതിനെ കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഞാൻ പിന്നെ ദിവസവും എന്തെങ്കിലും ചെറിയൊരു 2 വരിയെങ്കിലും എഴുതാതെ ഇരിക്കാറില്ല. എനിക്ക് സോഷ്യൽ മീഡിയ ഞാൻ പണ്ട് ജോലി ചെയ്ത ഒരു പത്രത്തിന്റെ എഡിറ്റർ അപ്പോഴും എല്ലായ്പ്പോഴും അതിന്റെ ഭരണ കർത്താവായിട്ടിരുന്ന ആളെ അദ്ദേഹം ഈ അടുത്ത് കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ
ശക്തമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ 80-ാം വയസ്സിൽ ഇടപെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ കയ്യും കാലും പിടിക്കണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പിന്നെ നമ്മൾ ഇത്രയും കാലം ഈ പത്രരംഗത്ത് ജോലി ചെയ്തിട്ട് നമ്മുടെ ഒരു കലാസൃഷ്ടിക്ക് ചാൻസ് നോക്കിയിട്ട് ഇവരുടെയൊക്കെ കയ്യും കാലും പിടിക്കാൻ പോകണമെന്നുള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ പോലുള്ള ആളുകളുടെ ഒരവസ്ഥ ഉണ്ടാവും. എനിക്ക് സാധിക്കില്ല ഇങ്ങനെ അങ്ങനെ പോകാനായിട്ട്. ആരും പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ വേണ്ടെന്നേ, അത് വേണ്ട എന്നുള്ള നിലപാടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇതാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ള കാര്യം പറയാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തെറിയാണെങ്കിൽ തെറി, നല്ലതാണെങ്കിൽ നല്ലത്, അതിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുന്നു. അപ്പോൾ എനിക്ക് ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുന്നു. അപ്പോൾ തോന്നിയത് അതിന് പ്രതികരണങ്ങൾ വരുന്നു. മതി, അത് മതി. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു വലിയൊരു കുഴപ്പം ഈ പിന്നെ എഡിറ്റർ ഇല്ല എന്നുള്ളതാണ്. എഡിറ്റർ ഇല്ലാത്തത് കൊണ്ട് ആർക്കും തോന്നിയത് എന്തും എഴുതാം, എന്ത് തെറി എഴുതാം. അക്ഷരം തെറ്റി വലിയ പ്രശ്നമൊന്നുമില്ല. അക്ഷരം എഴുതാൻ അറിയാത്തവനും സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരാജിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവഗണിക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും തുറന്ന് കിടക്കുന്ന ഒരു മൈതാനം പോലെയാണ് ഈ സോഷ്യൽ മീഡിയ. 80കളിൽ തന്നെ സിനിമയിലുണ്ടായിരുന്നു. സിനിമകളുടെ തിരക്കഥ നിർവഹിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സിനിമയെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ? സിനിമയിലേക്ക് ഞാൻ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ നടന്ന് അങ്ങനെ വന്നതല്ല, എന്നിലേക്ക് വന്നതാണ് സിനിമ. സിനിമയിൽ ഈ പിന്നെ അതിന് ഒരു കാരണമുണ്ട്. ആദ്യമായിട്ട് ഈ പ്രേം നസീറിന് 300 ചിത്രങ്ങൾ തികച്ച സമയത്ത് 1972, അപ്പോൾ ഞങ്ങളെ കൊച്ചിയിലുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞ് 300 പടങ്ങൾ വേൾഡ് റെക്കോർഡാണ്. അപ്പോൾ നസീറിനെ നമുക്ക് ആദരിക്കണം, സ്വീകരണം കൊടുക്കണം, പിന്നെ അതിൻ്റെ ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സ്മരണീയ ഇറക്കണം, അതിൻ്റെ എഡിറ്റിംഗ് ആയിട്ട് എഡിറ്ററായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. എനിക്ക് സിനിമാ മേഖലയായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ചെന്നൈയിൽ പോവുകയും നസീർ സാറിനെ കാണുകയും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹം ആ ഏറ്റവും തിരക്കുള്ള സമയത്ത് എല്ലാ കോൾ ഷീറ്റുകളും മാറ്റിവെച്ചിട്ട് ഒരു ദിവസം എനിക്ക് തന്നു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യും, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ആ പുസ്തകം ഇറക്കിയത്. ആ പുസ്തകത്തിന്റെ റിലീസ് മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ മഹാകവി ജി ശങ്കർ കുറുപ്പായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതുപോലത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നസീറിന്റെ ഈ ഈ പിന്നെ ആദ്യത്തെ പ്രൊഡ്യൂസർ പോൾ കല്ലിങ്ങൽ, അദ്ദേഹത്തെ എവിടെയോ പോയി തപ്പിപ്പിടിച്ചെന്ന് വന്ന് പൊന്നാടയൊക്കെ അണിയിച്ച് അങ്ങനെ ചെയ്ത ഒരു പുസ്തകമാണ്. അങ്ങനെയാണ് നസീറുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്. ഈ സിനിമകളുടെ തിരക്കഥാരചനയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിൽ എത്തുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ വക്കീലിന്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അബ്ദുൽ ഖാദർ വക്കീലും ഫ്രണ്ട്സും തമ്മിൽ സംസാരിക്കുന്നു. അപ്പോ എന്നെ കണ്ടപ്പോ പറഞ്ഞ് ഞങ്ങള് സിനിമ എടുക്കാൻ പോകുന്നു, ഒരു ഡയറക്ടർ വേണം, പറ്റിയ ഒരാളെ വേണം. എൻ്റെ കയ്യിൽ എവിടെന്നാ, എനിക്കറിയില്ല. അത് വല്ല കള്ളുകൂടിയനൊന്നും ആകരുത് കേട്ടാ, അല്ലാത്ത ആള്. അങ്ങനെ ആ ആളുകളുടെ പേര് പറഞ്ഞ് വന്ന് ഈ ഗോകുമാറിലെത്തി. അയാള് പച്ചവെള്ളം പോലും കുടിക്കാത്ത ആളാ. അങ്ങനെ നല്ല ഒരാളാണ്. പക്ഷെ ആ സമയത്ത് അയാളുടെ ഒരു പടം വിജയിച്ചിരിക്കുന്ന ഹർഷബാഷ്പം എന്ന് പറഞ്ഞ സിനിമ വിജയിച്ചിരിക്കുന്ന സമയം അയാളുടെ പേര് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊള്ളാം, നല്ല ആളാണ്, എന്നാൽ നമുക്ക് അയാളെ വിളിക്കാൻ. അങ്ങനെ അയാളെ വിളിച്ച് ബാരറ്റ് സ്റ്റോമിൽ ശാന്തകുമാറും ഗോപകുമാറും കൂടി വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ സിനിമ ചെയ്യണമെന്നൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് ആരും വിചാരിക്കാത്തൊരു ചോദ്യം വന്നു, കഥ വല്ലതും ഉണ്ടാന്ന് ചോദിച്ചു.
അപ്പോ എൻ്റെ മനസ്സിലൊരു കഥ ഉണ്ടായിരുന്നു. അത് ഒരമ്മയ്ക്ക് മകളോട് തോന്നുന്ന സെക്സ്വൽ ജെലസി ആയിരുന്നു അതിന്റെ തീം. അക്കാലത്ത് 40 കൊല്ലം മുമ്പാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിരുന്നു. അങ്ങനെ ആണ് ആ സിനിമയിലേക്ക് വരുന്നത്. ആ സിനിമയിൽ അഭിനയിച്ച സുകുമാരനും സുകുമാരന് തനുജ. തനുജ എന്ന് പറഞ്ഞത് പിന്നെ ബോംബെയിലെ ഏറ്റവും പഴക്കം ചെന്ന സിനിമാ കുടുംബമാണ്. കാരണം ഈ അവരുടെ അമ്മ പഴയകാല നടിയാണ് ശോഭന സമർത്ത്. അവരൊരിക്കൽ വന്നു, ഞങ്ങളുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു. ശോഭന സമർത്ത് വന്നു. അവളെ ഈ മകളുടെ കൂടെ കേരളത്തിൽ 2 ദിവസം താമസിക്കാൻ വന്നു. ഈ തനുജ പറഞ്ഞ് എനിക്ക് ഇത്തരം ഒരു നല്ല ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. തനുജ നൂതന്റെ അനിയത്തിയാണ്. എനിക്ക് തനുജയേക്കാൾ ഇഷ്ടം നൂതന്റെ അഭിനയം. അക്കാലത്തൊക്കെ സുജാത, ബന്ദിനി ഇതിലൊക്കെ അഭിനയിച്ചാണ്. അന്ന് ഞങ്ങൾ ഹിന്ദി സിനിമകളാണ് കാണുന്നത് ആ കാലത്തൊക്കെ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഹിന്ദി സിനിമ, അത് സംഗീതമാണ്. എല്ലാം മികച്ച സംഗീതമുള്ള ഹിന്ദി സിനിമകൾ. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ഈ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ് സംഗീതം എന്നുള്ളത്. ആത്മാവിൽ സംഗീതമുള്ളവരാണ്. അത് താങ്കളിലും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു സ്വാധീനവും ഈ ബാബുരാജിനെ കുറിച്ചുള്ള ആ ഒരു പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ ഗസലുകളെ കുറിച്ച് എന്തൊക്കെയാണ് അത്തരം ഓർമ്മകൾ? ഞങ്ങളുടെ കൊച്ചിയിലുള്ള എൻ്റെ ജ്യേഷ്ഠന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ. അദ്ദേഹം വലിയൊരു സംഗീത പ്രിയനായിരുന്നു. കൊച്ചിയിലെ മ്യൂസിക്കൽ മീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടാക്കി. അദ്ദേഹം ആയിരുന്നു എൻ്റെ സെക്രട്ടറി. പിന്നെ ജവഹർലാൽ ആനന്ദ്ജി എന്ന് പറഞ്ഞ ഒരു സേട്ടു, ഗുജറാത്തി സേട്ടു ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അവർ രണ്ടും സംഗീത പ്രിയരായിരുന്നു. അപ്പൊ അവര് ഈ മ്യൂസിക്കൽ മീറ്റ് എന്ന് പറഞ്ഞ സംഘടനയുടെ ആഭിമുഖ്യത്തില് ഈ പണ്ഡിറ്റ് രവിശങ്കർ, ബിസ്മില്ല ഖാൻ, പർവീൻ സുൽത്താന, അങ്ങനെ അതിപ്രശസ്തരായ ഹിന്ദുസ്ഥാനി മ്യൂസീഷ്യന്മാരെ കൊണ്ടുവന്ന പരിപാടികൾക്ക് അതൊക്കെ ആ സമയത്ത് എനിക്കുള്ള സാഹിത്യാഭിരുചിയും പത്രപ്രവർത്തനത്തിലുള്ള താല്പര്യമൊക്കെ കാരണം അത്തരം അതിന്റെ PR വർക്ക് എല്ലാം ഞാനാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ ആര് വന്നാലും അവരെ കുറിച്ച് ഞാൻ അന്വേഷിക്കണം. ഇപ്പൊ പിന്നെ ഇവര് വരുന്ന ആ കലാകാരന്മാരെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ആണ് ഞാൻ ഈ സംഗീതത്തെ കുറിച്ചുള്ള 6-7 പുസ്തകങ്ങൾ എഴുതി. അതിൽ പിന്നെ മുഹമ്മദ് റാഫിയുടെ ശരിയായിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബയോഗ്രഫി ഞാനാണ് എഴുതിയത്. റഫീനാമ എന്നാണ് എൻ്റെ പേര്. റഫീനാമ എന്ന് പേരിടുമ്പോൾ എനിക്ക് മുഗൾ രാജാക്കന്മാരുടെ ഓർമ്മ വന്നു. അങ്ങനെ റഫീനാമ എന്ന് പേരിട്ട്. അതുപോലെ ലതാ മങ്കേഷ്കറെ കുറിച്ചുള്ള ഒരു പുസ്തകം, അതും സമഗ്രമായ ജീവചരിത്രം തന്നെയാണ്. ഒരു നോവലിന്റെ പാറ്റേണിൽ തന്നെയാണ് ആ കഥകൾ. ഈ കഴിഞ്ഞ ദിവസം പോലും എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ അതുപോലെ എഴുതുമ്പോൾ അവരുടെയൊക്കെ ജീവിതമൊക്കെ നോവൽ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മളെ ഉള്ളിലുള്ള ഒരു എഴുത്തുകാരനുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ 7 പുസ്തകങ്ങൾ എഴുതി. ബാബുരാജിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം കമ്പൈൽ ചെയ്തതാണ്. MT വാസുദേവൻ നായരും NP മുഹമ്മദും ഒക്കെ ബാബുരാജിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ എഴുതി. അത് കമ്പൈൽ ചെയ്തത് വടേരി ഹസൻ എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിൽ അത് ഞാനാണ് കമ്പൈൽ ചെയ്തത്. അതിൽ ഒരു ചാപ്റ്റർ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെലഡി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിൽ ഈ പിന്നെ ഈ ഹിന്ദി സംഗീത ലോകത്തുള്ള കമ്പോസേഴ്സ്, സിംഗേഴ്സ് ഇവരെ കുറിച്ചൊക്കെയുള്ള പുസ്തകം. എല്ലാം കഥ വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റുന്ന മ്യൂസിക്കിനെ കുറിച്ച് പഠിച്ച ആളല്ല ഞാൻ. ചെറുപ്പത്തിൽ ഞാൻ മിക്കവാറും ഈ കൊങ്ങിണി അമ്പലമുണ്ട് മട്ടാഞ്ചേരി, അവിടെ വൈകുന്നേരം ആകുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അഗസ്റ്റിനും കൂടി പോയിട്ട് ഇരുന്ന് ഭജൻ കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭജൻസ് ഒക്കെ കേൾക്കാനായിട്ട്. ഞാൻ പിന്നെ ഒരു ബാബുരാജിനുള്ള എൻ്റെ ട്രിബ്യൂട്ട് പിന്നെ ഒരു ഗാന രൂപത്തിൽ ആവിഷ്കരിച്ചിട്ട് ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ പാടിയിട്ട് യൂട്യൂബിൽ കിട്ടും. നല്ല ഒരു വർക്കാണത്. അത്
KG ജയനാണ് അത് ഡയറക്റ്റ് ചെയ്തത് ഫോട്ടോഗ്രാഫ്. അത് ഒരുപാട് പിന്നെ നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള KG ജയൻ. ഈ മധുവാല് അഭിനയിച്ചിട്ട് ഓ ഹാ ബാബുരാജ് എന്ന് പറഞ്ഞ ഒരു ഗാനം പിന്നെ ഉണ്ട്. അതുപോലെ തന്നെ മെഹദി ഹസൻ മരിച്ചപ്പോൾ മെഹദി ഹസനെ കുറിച്ച് ഞാൻ ഒരു കവിത എഴുതി. ഇടയ്ക്ക് ഇങ്ങനെ കവിത എഴുതി. കവിയല്ല, ഞാൻ കവിയല്ല, എഴുത്തുകാരനല്ല, സാഹിത്യകാരനല്ല, ഒന്നുമല്ല, അംഗീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനൊന്നും അല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ജനിച്ചു വളർന്ന ഈ ഫോർട്ട് കൊച്ചിയിലെ സാഹിത്യം ഉത്സവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല. കോഴിക്കോട് ഞാനിപ്പോഴും ജീവിക്കുന്ന കോഴിക്കോട് നടക്കുമ്പോഴും ഞാൻ അവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പോഴും പ്രായപൂർത്തിയാകാത്ത ഒരു സാഹിത്യകാരനാണ്.